കണ്ടില്ലേ, തോനെ തക്കാളി കണ്ടില്ലേ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് കുറച്ച് വിഷമമുള്ള ഒരു ജോലിയും പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ജോലിയും കൂടെയൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തക്കാളിയാണ് വാടിയൊക്കെ നിൽക്കുന്നതിന് കാരണമുണ്ട്. ഇത് കുഴപ്പമില്ല, ഇത് ഫ്രഷായിട്ടൊക്കെ നിൽക്കുകയാണ്. ഈ പച്ചമുളകും അവിടെ നിന്ന പച്ചമുളകാണ്, ആ സൈഡിൽ നിന്ന പച്ചമുളകാണ്. അത് ഞാനിപ്പോൾ അതുപോലെ പൊഴുതെടുത്ത് വേറൊരു ഗ്രോ ബാഗിൽ വെച്ചേക്കാണ്. ഭാഗ്യത്തിന് അത് വാടിയിട്ടില്ല, പക്ഷേ തക്കാളിയെല്ലാം നല്ലപോലെ വാടിയിട്ടുണ്ട്. നമ്മളിതൊക്കെ ചെയ്തെന്ന് വെച്ചാൽ ഒരുപാട് തക്കാളി പിടിച്ചായിരുന്നു കേട്ടോ. ഞാൻ മുമ്പൊക്കെ നടന്നതിനെക്കാട്ടിയൊക്കെ ഒരുപാട്, കാരണം അതുപോലെ ഞാൻ വെള്ളവും വളവും എല്ലാമൊക്കെ കൊടുത്ത് അത്യാവശ്യം ചെയ്യേണ്ട രീതിയിൽ തന്നെ ഗ്രോ ബാഗെല്ലാം നിറച്ച് റെഡിയാക്കി തന്നെയാണ് വെച്ചത്. അതുകൊണ്ട് തന്നെ ഇത് നല്ലപോലെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പഴുത്തിട്ടൊക്കെ കുറേയൊക്കെ പിച്ച്. ഇനി കൂടുതൽ നിൽക്കുന്നത് പച്ചയാണ് കേട്ടോ. ഈ പച്ചയോടെ നല്ലോണം പൂത്ത് നല്ല പരുവത്തിൽ നിൽക്കുന്ന ഈ തക്കാളി നമ്മൾ മാറ്റി ഗ്രോ ബാഗിൽ വെച്ചെന്ന് വെച്ച് നമ്മൾ ഇവിടുന്ന് മാറിയാണ് കേട്ടോ, വേറെ വീട്ടിലോട്ട് മാറിയാണ്. അപ്പോൾ ഇത് നമ്മളെ സ്വന്തം വീടല്ല, അതുകൊണ്ട് മാറുമ്പോഴത്തേക്ക് ഇവിടെ പുതിയ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ ഇതിവിടെ നിർത്തിയിട്ട് പോകും. ആരെങ്കിലും ഉപയോഗിച്ചാൽ മതിയല്ലോ, നമുക്ക് തന്നെ അത് നട്ട് വെള്ളമൊക്കെ വെച്ച് വളർത്തിയെങ്കിലും നമുക്ക് അത് വാടിപ്പോതിരിക്കണം എന്നുള്ളത് തന്നെ സന്തോഷം. അപ്പോൾ പക്ഷേ ഇവിടെ പകരത്തിന് പെട്ടെന്ന് ആൾ വരുന്നില്ല, അതുകൊണ്ട് തന്നെ ഇതിവിടെ നിന്ന് വെറുതെ വാടിപ്പോവും. അതുകൊണ്ട് ഒരു ടെസ്റ്റിന് പരമായിട്ട് ഞാനൊന്ന് മാറ്റി നട്ട് നോക്കിയതാണ്. പിടിക്കുന്നെങ്കിൽ അത് പിടിച്ച് കയറിയാൽ നമുക്കത് ഉപയോഗിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വാടിപ്പോവും. ഇപ്പം തന്നെ ഒരുവിധം ഞാൻ ഇന്നലെയാണ് ഇത് മാറ്റി നട്ടത്, പക്ഷേ ഇപ്പം തന്നെ ഒരു വാടിക്കുഴഞ്ഞ പരുവത്തിൽ നിൽക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ബാക്കി തക്കാളി നിൽക്കുന്ന പഴുത്തതൊക്കെ ഞാനങ്ങ് പിച്ച് മാറ്റിയാണ്. പച്ച അവിടെ തന്നെ നിൽക്കട്ടെ, ഒന്നുകൂടെ നോക്കും. രക്ഷയില്ലെന്നുണ്ടെങ്കിൽ അത് പിച്ച് മാറ്റും. അപ്പോൾ ഇങ്ങനെ നല്ല ഭംഗിക്ക് പിടിച്ച് കായ്ച്ച് കിടക്കുന്ന തക്കാളിയും ചെടികളൊക്കെ ഇങ്ങനെ മാറ്റി നടന്നതാണ് എനിക്ക് വിഷമമുള്ള ഒരു ജോലി എന്ന് പറഞ്ഞത്. ഇനി ബുദ്ധിമുട്ടുള്ള ജോലി എന്ന് വെച്ചാൽ വേറെ ഉണ്ട് കേട്ടോ. ഇത് മാറ്റി നട്ടപ്പോഴത്തേക്ക് ഞാൻ ഇന്നലെ ഗ്രോ ബാഗിൽ മൊത്തം മണ്ണ് മാത്രമാണ് തക്കാളി നിറച്ച് വെച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ നിറച്ച് വെച്ചാൽ ഇരുന്നങ്ങ് കട്ടയാവും. അതിനകത്ത് ഞാൻ പിന്നെ എന്തുവാണ് ചാണകമൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. പിന്നെ ഇന്ന് ഞാൻ അത് തിരിച്ച് വാരി തട്ടുക. അപ്പൊ തോണ് കണ്ടു വെച്ച് തക്കാളിയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. കണ്ടില്ലേ, തോന് തക്കാളി കണ്ടില്ലേ. തക്കാളിയാണ് നമ്മളെ വീഡിയോ. ഗ്രോ ബാഗിനകത്ത് മാറ്റി നട്ട തക്കാളിക്ക് അതൊന്ന് മണ്ണ് മാറ്റിയിട്ട് ഞാൻ ചാണകവും പായലും കൂടെ മിക്സ് ചെയ്തിട്ടായിരുന്നല്ലോ, അതിൻ്റെ കുറേയും കൂടെ ഒക്കെ ഇരിപ്പുണ്ട്. ചാണകവും ഇരിപ്പുണ്ട്, പായലും വേറെ ഇരിപ്പുണ്ട്. അപ്പോൾ അതും കൂടെ വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ബാക്കിയിരിക്കുന്ന കുറച്ച് ഗ്രോ ബാഗ് നിറയ്ക്കാനുണ്ടായിരുന്നു, അതിനകത്തേക്ക് ഒന്ന് നിറച്ച് കൊടുക്കുകയാണ്. ഇത് ഇഞ്ചിയാണ് കേട്ടോ. ഇഞ്ചിക്കകത്ത് ഞാൻ ഒന്ന് ഇടകളച്ചിട്ട് അതിനകത്ത് എല്ലാം ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ തൊട്ട് ഈ അടുത്ത് നിൽക്കുന്നില്ലേ, അതെന്ന് പറയുന്നത് നമ്മുടെ കൂവക്കിഴങ്ങില്ലേ, എൻ്റെ വേറൊരു പെരിശീവക്കിഴങ്ങ്, അതാണ് കേട്ടോ. ഞാനങ്ങനെ വലുതായിട്ട് അത് കഴിക്കത്തില്ല. ഇപ്പം ഇവിടെ വീട്ടിലെല്ലാവരും കഴിക്കും, അതുകൊണ്ട് പിന്നെ ഒരു വട്ടം വാങ്ങിച്ചപ്പോൾ ഞാൻ കൊണ്ടുവന്ന് നട്ടു വെച്ചതാണ് കേട്ടോ. അത് പക്ഷേ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പനിക്കൂർക്കയില്ലേ, ഞവരയില, അതുപോലെയൊക്കെ ഏകദേശം കണ്ട് അതുപോലെ തോന്നത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് ഞാൻ ഒന്ന് ഇടയൊക്കെ കിളച്ച് ചാണകമൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അതിനകത്ത് തന്നെ നല്ലൊരു പയർ നിൽപ്പുണ്ട് കേട്ടോ. നല്ലപോലെ വളർന്ന് കയറി നല്ല പടർന്ന് പൂവൊക്കെ ഇപ്പോൾ കുഞ്ഞു പൂക്കൾ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അതൊക്കെയാണ് ഞാൻ പറഞ്ഞൊരു വിഷമം എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇതൊക്കെ മാറ്റി നട്ടാൽ ഇതൊക്കെ ഒന്നും കയറി വരത്തില്ല, കുഞ്ഞാണെങ്കിലല്ലേ കയറി വരത്തുള്ളൂ. നമ്മൾ തക്കാളി തന്നെ അത് വാടി കുഴഞ്ഞ് നിൽക്കുകയാണ്. അതുകൊണ്ട് അതൊക്കെ ഇനിയിപ്പം ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മാറ്റി നട്ട തക്കാളി ചെടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരുമാതിരി വാടി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല വെയിലാവും ഇപ്പം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ നട്ടപ്പോൾ ഒടിഞ്ഞു പോയതാണ് കേട്ടോ. അതിങ്ങനെ അതിനകത്ത് ഇഷ്ടംപോലെ തക്കാളി പിടിച്ചിട്ടുണ്ട്. തക്കാളിക്ക് മാത്രമല്ല, തക്കാളിക്ക് ഇത്തിരി കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട്. ബാക്കി നമ്മളെ പച്ചമുളകിനെല്ലാം വെള്ളം ഒഴിച്ച് നല്ലപോലെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ കയ്യിൽ പണ്ടേ ഇരുന്ന ചെടിച്ചട്ടിയാണ് കേട്ടോ. ഇതുപോലെ തന്നെ 2-3 ഉണ്ട്. അപ്പോൾ അതിനകത്ത് മൊത്തം മണ്ണ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഭയങ്കര വെയിറ്റാണ്. എടുത്തുകൊണ്ട് വരുന്നത് തന്നെ കാണുമ്പോൾ അറിയാം, നല്ല വെയിറ്റാണ്. അതുപോലെ വേറെ വളമൊന്നും അതിനകത്തില്ല കേട്ടോ. ഇതുപോലെ ഞാൻ ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ ഫ്ലറി ആയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്, അല്ലാതെ വേറെ വളമൊന്നും അതിനകത്തില്ല. അപ്പോൾ ഞാൻ അതിൽ നിന്ന് തട്ടിയിട്ട് അതിനകത്ത് വേറെ വളവും കുറച്ച് കരിയിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാമെന്ന് വെച്ചു.
അതിനകത്ത് മൊത്തവും ഞവരയാണ് കേട്ടോ, ഞവരയാണ്. അപ്പോൾ ഇത്രയും മണ്ണൊന്നും വേണ്ട, കുറേ മണ്ണിനെ മാറ്റിയിട്ട് ബാക്കി മണ്ണിന് പകരം ബാക്കി മറ്റേ കരിയിലയും ചാണകമൊക്കെ ചേർക്കുകയാണ്. ചെടിച്ചട്ടിയിലെ പകുതി മണ്ണ് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ആ പകുതി മണ്ണിന് പകരം കരിയിലയും പിന്നെ ചാണകവും പായലും കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ടാണ്. ഞാൻ വേറെ ഒന്നിനും വളം ഇട്ട് കൊടുത്തിട്ടില്ല. ഗ്രോ ബാഗിൽ തക്കാളിയൊക്കെ മാറ്റി എന്ന് പറഞ്ഞില്ല, അതിലൊന്നും ഞാൻ പിന്നെ വളമായിട്ട് ഇട്ട് കൊടുത്തില്ല. വളത്തിന് കുറേ സ്മെല്ലുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഇനി പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ചിട്ട് വളം പിന്നെ ഇട്ട് കൊടുക്കാമെന്ന് വെച്ചു. ഇതിന് ഞാൻ വളം ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ചെടിച്ചട്ടിയിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ മാറ്റുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചെടിച്ചട്ടിയിൽ ഇത്തിരി വളം വേറെ ഇരിപ്പുണ്ട്. പൊട്ടിച്ചത് വേറെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് ഞാൻ കുറച്ച് കടലപ്പിണ്ണാക്കും എല്ലുപൊടിയൊക്കെ ഉണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ അങ്ങനെ എല്ലാം മിക്സ് ചെയ്ത് ചെടിച്ചട്ടിയിൽ പകുതി ഇട്ടപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത് കേട്ടോ. അതിനകത്ത് കരിയില ഇട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ അതെടുത്ത് വീണ്ടും തിരിച്ചിട്ടിട്ട് പിന്നെ ആ ചെടിച്ചട്ടിക്കകത്ത് കരിയില നിറച്ചുകൊണ്ട് വന്നിട്ടാണ് ബാക്കി പിന്നെ മണ്ണിട്ടത്. അതായത് ഞവരയുടെ ചെടിയായതുകൊണ്ട് ഞാൻ അതിൽ തന്നെ തിരിച്ച് ഞവരയുടെ കമ്പ് തന്നെ കുത്തി വെച്ചിട്ടുണ്ട്. വേറെ ഞവരയുടെ ചെടി ഇരിപ്പുണ്ട്, വേറെ ഒന്ന് രണ്ട് ഗ്രോ ബാഗിലും അല്ലാതെയൊക്കെ ഇരിപ്പുണ്ട്. ഗ്രോ ബാഗിലല്ല, അല്ലാതെ ഒരു കവറിനകത്തൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇതിനകത്ത് കുറച്ച് കൊങ്ങിണിൻ്റെയൊക്കെ കുറച്ച് തൈ കൊണ്ടൊക്കെ വെക്കാനുണ്ട്. അപ്പോൾ ചെടി തിരിച്ചെടുത്തുകൊണ്ട് പോയപ്പോൾ ഒരു വെയിറ്റും ഇല്ലായിരുന്നു കേട്ടോ, ഒട്ടും വെയിറ്റ് ഇല്ലായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ എന്ത് വെയിറ്റ് ആയിരുന്നു അറിയാമോ? മിക്സ് ചെയ്ത മണ്ണും ബാക്കി ഇരിപ്പുണ്ട്, മണ്ണല്ല മറ്റൊരു ചാണകവും അതെല്ലാം കൂടെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വേറൊരു ഗ്രോ ബാഗിൽ നിറച്ചിട്ടുണ്ട്. അടിയിൽ കരിയില ഇട്ട് തന്നെ നിറച്ചത്. ഇതുണ്ടോ, നമ്മളെ ഗ്രോ ബാഗ് നിറയ്ക്കാണ്ട് ഞാൻ കുറച്ച് തൂക്കുന്ന സമയത്തൊക്കെ കുറേ കരിയില വാരി നിറച്ചിട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ തൊടിയാണ് കേട്ടോ. ഇപ്പം ഞാൻ എല്ലാം ഗ്രോ ബാഗിൽ നിറച്ച് തൂത്ത് വൃത്തിയാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവർക്കല്ലെങ്കിൽ നമ്മൾ ഇറങ്ങുമ്പോൾ വൃത്തിയാക്കി ഇടണമല്ലോ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഗ്രോ ബാഗ് നിറച്ച് അതെല്ലാം നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനി കുറേ കൊങ്ങിണി നിൽപ്പുണ്ട്, ഒരുപാട് കൊങ്ങിണി തൈ നിൽപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ പൂ പിടിച്ചിരിക്കാൻ നല്ല ഭംഗിയില്ല. കുറേയൊക്കെ നട്ടിട്ട് പൂ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് പിന്നെ അല്ലാതെ പൊടിച്ച് തൈയായിട്ട് വന്നതാണ്. അപ്പോൾ അതും കുറച്ച് കൊണ്ടുപോവാണ്. അപ്പോൾ ഇവിടെ പുതിയതായിട്ട് ഇനി ആൾ വരണമെങ്കിൽ ഇങ്ങനെ കുറച്ചുകൂടെ നിർത്തിയിട്ട് പോകാമായിരുന്നു. ഇപ്പോൾ ആളില്ല, ഇവിടെ കിടന്ന് ഉണങ്ങി പോയി, വെയിലത്ത് ആരും നോക്കാനൊന്നും ഇല്ലാതെ ഉണങ്ങി പോകത്തേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എല്ലാമൊന്നും കൊണ്ട് പോകുന്നില്ല കേട്ടോ. പയർ ചെടി അങ്ങനെ കുറേ ഇവിടെ നിർത്തിയിട്ട് പോകും. ഇങ്ങനെയുള്ള കുറച്ച് ചെടികൾക്കും കുറച്ച് പറ്റുന്നതൊക്കെ ഞാൻ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ നട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞവര നട്ടില്ലേ, ആ ചെടിച്ചട്ടിക്കാണ് നടുന്നത്. ഇനി വേറെ ഒരു ചെടിച്ചട്ടിയുണ്ട്, അതിനകത്തും വൃത്തിയാക്കി ഇതുപോലെ മണ്ണിട്ട് കൊടുക്കണം. ഈ ചെടിച്ചട്ടിക്കകത്ത് കറ്റാർ വാഴയാണ് കേട്ടോ. അത് കുത്തി ഇളക്കാൻ പെടുന്ന പാടൊന്നും പറയണ്ട, അത്രത്തോളം നല്ലോണം ഉറച്ചിരിക്കുന്നത്. അതാണ് അത് കറ്റാർ വാഴ വളർന്നു പോലും വരാത്ത കേട്ടോ. ഭയങ്കര പാടായിരുന്നു, അതിനകത്ത് മൊത്തം കട്ടറും പോവാം. അതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ കുത്തി ഇളക്കി റെഡിയാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. കറ്റാർ വാഴ വലിയ കുഴപ്പമില്ലാതെ വേരിൽ അതുപോലെ മണ്ണോട് കൂടി തന്നെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അതിന് വേറെ കുഴപ്പമൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇത് കണ്ടോ, ആ പേപ്പർ തന്നെ, ആ കവർ തന്നെ ചീത്തയായിപ്പോയി, അത്രത്തോളം സെറ്റായി കേട്ടോ. കരിയിലേക്ക് അങ്ങ് ഇറിവിയിരിക്കുകയാണ്. അപ്പോൾ അതും ഈ പൊടിച്ച് ഈ ചെടിച്ചട്ടിക്കകത്തിട്ട് ബാക്കി മണ്ണോട് ഇട്ട് നിറച്ച് കൊടുക്കാം. അങ്ങനെ ആ ചെടിച്ചട്ടിക്കകത്ത് മണ്ണെല്ലാം നിറച്ചിട്ട് കറ്റാർ വാഴ അതിൽ തന്നെ നട്ടു കൊടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ആ ഞവരയില നിറച്ചതിനകത്ത് ഇത്രയും ഉണ്ട് കേട്ടോ. ഞാൻ കൊങ്ങിണിയും പിന്നെ ഞവരയില, കുഞ്ഞു റോസ, അപ്പുറത്ത് അമ്മൂമ്മ നട്ട റോസ നട്ട് പൊടിച്ചു വന്നതാണ്. അതെല്ലാം ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഈ ചട്ടീനെ എടുത്തില്ല കേട്ടോ. ഇതിനകത്ത് തക്കാലം വേറെ ചെടിയൊക്കെ ഞാൻ പിടിപ്പിച്ച് വെച്ചതേ ഉള്ളൂ. ഇനി അതെടുത്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വാടിപ്പോവും. തക്കാളി ഇപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വാടിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ എന്തായാലും വെള്ളം ഒഴിച്ച് കൊടുക്കാം. കയറി പോരുന്നെങ്കിൽ അത് വളർന്ന് കയറട്ടെ. ഇതെന്ന് വെച്ചാൽ സപ്പോർട്ടയാണ് കേട്ടോ, സപ്പോർട്ടാ. അത് വലുതായി നിൽക്കണം, അത് പിച്ച് വയ്ക്കുക. ഇതുവരെ ഇതിന്ന് പഴുത്ത് നമ്മൾ പിച്ചിട്ടില്ല, ഇതുവരെ പിച്ച് വയ്ക്കുമ്പോൾ പഴുക്കും, അത്ര തന്നെ. പരിശ്രമമുള്ള സപ്പോർട്ടൊക്കെ പിച്ചിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാടൊന്നുമില്ല കേട്ടോ, 2-3 ഉള്ളൂ. എപ്പോഴും അങ്ങനെ തന്നെ 1-2 കാണത്തുള്ളൂ പിച്ചാനായിട്ട്. ഒരുപാട് ഇങ്ങനെ പിച്ചാൻ പറ്റത്തില്ല. അങ്ങനെ അവ ഇവിടെ പിച്ചിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വീട് മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുറ്റത്തൊക്കെ വേറെ കുറേ ജോലിയുണ്ട്, അല്ലാതെ അകത്തല്ലാതെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇനി ചെയ്യണം. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.